ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. പുലർച്ചെ നട തുറന്നതു മുതൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, പതിവ് പോലെ ഇന്നും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, മണ്ഡലവിളക്കിന് സമാപനം കുറിച്ച് ശബരിമല നടയടയ്ക്കാൻ ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കെ ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നടപ്പന്തലും അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെയും അടക്കം വലിയ തരത്തിലുള്ള ഭക്തരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിന് മുന്നിലുള്ള തിരക്കാണ്. സോപാനത്തിന് മുന്നിൽ ഭക്തർ വരി നിന്ന അയ്യപ്പനെ തൊഴുതു മടങ്ങാൻ വരി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. രാവിലെ നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്ത് ഇത് തന്നെയാണ് അവസ്ഥ. പുലർച്ചെ 3 മണി മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. പ്രസന്നമായ കാലാവസ്ഥയാണ്. ഇതര സംസ്ഥാനത്ത് നടക്കം ഭക്തർ കൂടുതലായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മഴയും പ്രളയവും കാരണം ആദ്യഘട്ടങ്ങളിലൊന്നും ഭക്തർക്ക് കൂടുതലായി ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അവരെല്ലാം തന്നെ ഇപ്പോൾ കൂട്ടമായി ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. ആ ഒരു തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും മണ്ഡലവിളക്ക് പൂർത്തീകരിച്ച നടയടയ്ക്കാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഭക്തർ വരും ദിവസങ്ങളിലും സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്തർക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അവർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ 18-ാം പടിക്ക് താഴെയും നടപ്പന്തലും അടക്കം എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും സുഖകരമായ ദർശനം ഭക്തർക്ക് ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങൾ ഇതുപോലെ വലിയ ഒരു തിരക്ക് നീണ്ട നിര, അതായത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഈ വർഷം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. പ്രസന്നമായ കാലാവസ്ഥയാണെന്ന്. മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷം. ആ മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു. അവർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് ഒരുക്കിയ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഫലവത്തായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര.